ഹലോ ഫ്രണ്ട്സ്, കംഫോർട്ടെക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിലെ സോളിഡ് ഇംപെർഫെക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റിൽ നിന്നുള്ള വ്യത്യാസം അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ് അല്ലേ? ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ്, അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഒരു സോളിഡിൽ നമുക്കറിയാം പാർട്ടിക്കിൾസ് വളരെ ഓർഡർലി അറേഞ്ച്മെൻ്റ് ആയിരിക്കും സോളിഡ്സിലുണ്ടാവുക. പക്ഷേ ചിലപ്പോൾ അതിന് ഇംപെർഫെക്ഷൻസ് സംഭവിക്കും. എപ്പോഴൊക്കെയാണ് ഇംപെർഫെക്ഷൻസ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാം പെർഫെക്റ്റ് ക്രിസ്റ്റൽ. ഇതിൽ ആദ്യം കാണുന്ന ഇമേജ് പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. ഇതിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഈക്വൽ സ്പേസ്ഡ് ആണ്, അതുപോലെ പെർഫെക്റ്റ്ലി പാക്ഡ് ആണ് അല്ലേ? നല്ല പെർഫെക്റ്റ്ലി ഓർഡർലി അറേഞ്ച്മെൻ്റ് ആണ് പാർട്ടിക്കിൾസ് തമ്മിൽ അല്ലേ? ഇനി ഈ ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യും, പാർട്ടിക്കിൾസ് ഫ്രീ ആയി മൂവ് ചെയ്യാൻ തുടങ്ങും. ഈ രണ്ടാമത്തെ ഇമേജിൽ കാണുന്ന പോലെ അതിൻ്റെ ഓർഡർ, അതായത് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഡിസോർഡറായി മാറും. ഓക്കെ. ഇനി സാധാരണഗതിയിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണോ ഇത് ഹീറ്റ് ചെയ്തത് അതേപോലെ തന്നെ സമയം എടുത്തിട്ട് ഇത് കൂൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ക്രിസ്റ്റൽ തന്നെ തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ. ചിലപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് കൂളിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ താഴെ കാണുന്ന ഇമേജ് പോലെയായിരിക്കും. അതായത് ഇതിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട സ്ഥലത്തു നിന്ന് മാറിയിട്ട് ചില പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. അപ്പോൾ കിട്ടുന്ന ക്രിസ്റ്റലിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ക്രിസ്റ്റൽ എന്ന് പറയും. അപ്പോൾ ഇതിനെ ഇംപെർഫെക്ഷൻ, ഈ ഒരു ഫിനോമിനനെ നമ്മൾ ഇംപെർഫെക്ഷൻസ് എന്ന് പറയും. അപ്പോൾ പെർഫെക്റ്റ് ക്രിസ്റ്റൽ ഇംപെർഫെക്റ്റ് ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഡ്യൂ ടു ഇമ്മീഡിയറ്റ് കൂളിംഗ് ആണ്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ ഇംപെർഫെക്റ്റ് ആവാൻ കാരണം? ക്രിസ്റ്റൽ ഇംപെർഫെക്റ്റ് ആവാനുള്ള ഒരു കാരണം ഇമ്മീഡിയറ്റ് കൂളിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ദ ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ സോളിഡ് ഈസ് ടേംഡ് ആസ് ഇംപെർഫെക്ഷൻസ്, ഓർ അതിന് മറ്റൊരു പേരാണ് ക്രിസ്റ്റൽ ഡിഫെക്ട്സ്. അപ്പോൾ ദ ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ ഓർഡർലി അറേഞ്ച്മെൻറ്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ അന്ന് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറയാം ഇംപെർഫെക്ഷൻ നടന്നു, അല്ലെങ്കിൽ അതിന് ആ ക്രിസ്റ്റലിന് ഡിഫക്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാം. സോ ദ ഡീവിയേഷൻ ഫ്രം ദ റെഗുലർ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് എ സോളിഡ് ഈസ് ടേംഡ് ആസ് ഇംപെർഫെക്ഷൻസ് ഓർ ക്രിസ്റ്റൽ ഡിഫെക്ട്സ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്റ്റൽ ഡിഫെക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതായത് ക്രിസ്റ്റൽ ഡിഫെക്റ്റ് രണ്ട് തരത്തിലുണ്ടാവുക. ഒന്ന് പോയിൻ്റ് ഡിഫെക്റ്റും രണ്ടാമത്തത് ലൈൻ ഡിഫെക്റ്റും. അതായത് ഇഫ് ദ ഇംപെർഫെക്ഷൻ അറൗണ്ട് എ പോയിൻ്റ് ഇൻ എ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് പോയിൻ്റ് ഡിഫെക്റ്റ്. അതായത് ഒരു പോയിൻറ്റിൻ്റെ ചുറ്റുമാണ് ഇംപെർഫെക്ഷൻസ് നടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് പറയും. ഇനി ഒരു റോ മുഴുവനായിട്ട് ഇംപെർഫെക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയും. ഞാൻ ഒന്നുകൂടി പറയാം. പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്റ്റൽസ് ഓർഡർലി അറേഞ്ച്ഡ് ആണ്. ഓർഡർലി അറേഞ്ച്ഡ് ആയിട്ട് അപ്പോൾ അതിലൊരു പോയിൻ്റ് നമുക്ക് എടുക്കാം. ആ പോയിൻറ്റിന് ചുറ്റും എവിടെയെങ്കിലും ഇംപെർഫെക്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മളതിനെ പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് പറയും. ഒരു ലെയർ മുഴുവനായിട്ട്, അതായത് ഒരു റോ മുഴുവനായിട്ട് ഇംപെർഫെക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയും. ഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് ഇത്തവണ ലൈൻ ഡിഫെക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് പോയിൻ്റ് ഡിഫെക്റ്റിനെ പറ്റി മാത്രമേ നിങ്ങളുടെ സിലബസിൽ പറയുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. പോയിൻ്റ് ഡിഫെക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പല രീതിയിലും ചോദിക്കാവുന്ന പരീക്ഷയ്ക്ക് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പോയിൻ്റ് ഡിഫെക്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ഞാൻ കൂടുതലായിട്ട് പറയാം. ഇത് ആദ്യം പോയിൻ്റ് ഡിഫെക്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പോയിൻ്റ് ഡിഫെക്ട്സ് ആർ ക്ലാസിഫൈഡ് മെയിൻലി ഇൻറ്റു 3. സ്റ്റോയിക്യോമെട്രിക് ഡിഫെക്റ്റ്, ചില ടീച്ചേഴ്സ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫെക്റ്റ് എന്ന് പറയും. സ്റ്റോയിക്യോമെട്രി ആണെങ്കിലും സ്റ്റോയിഷ്യോമെട്രി ആണെങ്കിലും രണ്ടും സെയിം ആണ്, എഴുതുമ്പോൾ രണ്ടും ഒന്ന് തന്നെയാണല്ലോ. സോ പോയിൻ്റ് ഡിഫെക്ട്സിൻ്റെ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്റ്റോയിക്യോമെട്രിക് ഡിഫെക്റ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ നോൺ സ്റ്റോയിക്യോമെട്രിക് ഡിഫെക്റ്റ്.
Third is impurity defect. Stoichiometric defect is yet again classified into Frenkel defect, Schottky defect, vacancy defect, and interstitial defect. Non-stoichiometric defect is classified into metal excess defect and metal deficiency defect. Okay. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയും, ചിലപ്പോൾ സ്റ്റോയിക്കോമെട്രി എന്ന് പറയും. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളുകളിൽ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നമുക്ക് ചില ടീച്ചേഴ്സ് സ്റ്റോയിക്കോമെട്രി എന്ന് പറഞ്ഞു തരും, വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ സ്റ്റോയിക്കോമെട്രി എന്ന് പറഞ്ഞു തരും. അപ്പോൾ അത് രണ്ടും പഠിച്ചുകൊണ്ടുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ സ്റ്റോയിക്കോമെട്രി എന്ന് പറയും, ചിലപ്പോൾ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയും. ഓക്കെ. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട്സ് ആർ പറഞ്ഞ പോലെ ഒന്നുകൂടി ക്ലാസിഫിക്കേഷൻ ഒന്നുകൂടി പറയാം. ഫ്രെങ്കൽ ഡിഫക്ട്, ഷോട്ട്കി ഡിഫക്ട്, വേക്കൻസി ഡിഫക്ട് ആൻഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്ട്. Non-stoichiometric defects are classified into metal excess defect and metal deficiency defect. ഒരു ഡിഫക്റ്റും കൂടിയുണ്ട്, impurity defect. We will discuss one by one. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിലേക്ക് കിടക്കാം. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, ദീസ് ആർ പോയിന്റ് ഡിഫക്ട്സ് അല്ലേ. നമ്മൾ പോയിന്റ് ഡിഫക്ട്സിനെ പറ്റിയാണ് പറയുന്നത്. പോയിന്റ് ഡിഫക്ട്സ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോയിക്യോമെട്രി അല്ലെ സ്റ്റോയിഷ്യോമെട്രി ഓഫ് ദ സോളിഡ്. സോളിഡിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക്കിൽ റേഷ്യോയിൽ ഡിഫറൻസ് സംഭവിക്കുന്നില്ല. അതായത് നമുക്കറിയാം, നമുക്ക് ഇപ്പോൾ നമ്മുടെ സോളിഡിൽ പാർട്ടിക്കിൾസ് പാക്ക് ചെയ്യുമ്പോൾ ആനിയോൺസും കാറ്റയോൺസും ഉണ്ടാവും. അപ്പോൾ ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോ എപ്പോഴും സെയിം ആണെങ്കിൽ നമുക്ക് പറയാം, പിന്നെ അത് അല്ലെങ്കിൽ അതിനാണ് അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുക. അതായത് അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക്ക് മാറ്റം സംഭവിച്ചില്ല, റേഷ്യോന് മാറ്റം സംഭവിച്ചില്ല പറയാം, അതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക്ക് ആയിട്ട് അതിന് കാര്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന്. മനസ്സിലായാലും ഒന്നുകൂടി പറയാം. ദ റേഷ്യോ ഓഫ് കാറ്റയോൺ ടു ആനിയോൺ, അതിന് മാറ്റം വരുന്നില്ല എങ്കിൽ, റേഷ്യോയ്ക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ അത് നമുക്ക് സ്റ്റോയിഷ്യോമെട്രി അറ്റൈൻ ചെയ്യുന്നു നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എന്താണ് നമ്മുടെ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോന് മാറ്റം വരാതെ, അതായത് നമ്പർ ഓഫ് ആനിയോൺസും ആനിയോൺസ് ടു കാറ്റയോൺസ് റേഷ്യോന് മാറ്റം വരുന്നില്ലെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോന് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഇറ്റ് കംസ് അണ്ടർ നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനി സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട്സിന് നമ്മൾ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റ് സാധാരണഗതിയിൽ ക്രിസ്റ്റൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഡിഫക്റ്റാണ്. അതുകൊണ്ട് ഇതിനെ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് പറയും. ഒന്നുകൂടി പറയാം. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോക്ക് മാറ്റം സംഭവിക്കുന്നില്ല. ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോക്ക് മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ ഈ പറഞ്ഞ 4 ഉണ്ടല്ലോ, ഫ്രെങ്കൽ, ഷോട്ട്കി, ഈ സംഭവങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്കുള്ളത് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ഈ ഇമേജിൽ, ഈ തന്ന ഇമേജിൽ പ്ലസ് ചാർജ് കാണാം, മൈനസ് ചാർജ് കാണാം, പ്ലസ് കാറ്റയോൺസ് ആനിയോൺസും ആണ്. ഓക്കെ. അപ്പോൾ ഒരുപാട് പ്ലസ് ചാർജ് കാണാം, മൈനസ് ചാർജ്. ഇതിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു വേക്കൻസി, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവേണ്ടിയിരുന്നത് ആരാണ്? പ്ലസ് ചാർജാണ്. പക്ഷെ അവിടെ പ്ലസ് ചാർജ് അവിടെ ഇല്ല. പകരം അത് എവിടെ പോയി? അത് പോയത് ഏതിൻ്റെയോ ഈ ഒരു ഗ്യാപ്പിന് നമ്മൾ പറയും ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയും. ഇപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ വന്നിട്ട് നിൽക്കും. സാധാരണ ഇത് നിൽക്കേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ വന്ന് നിൽക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതിൽ നമ്പർ ഓഫ് കാറ്റയോൺസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? ഇല്ല. കാറ്റയോൺസിന് ഒരു മാറ്റം സംഭവിച്ചു. കാറ്റയോൺ ഉണ്ടാവേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അന്ന് ഇവിടെ പുറത്തേക്ക് പോയിട്ടില്ല അല്ലേ. അതേപോലെ തന്നെ ആനിയോൺസിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്പർ ഓഫ് ആനിയോൺസും നമ്പർ ഓഫ് കാറ്റയോൺസിന് മാറ്റം സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം സ്റ്റോയിക്യോമെട്രി ഈസ് അറ്റൈൻഡ്, അല്ലെ സ്റ്റോയിക്യോമെട്രിക്ക് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. അതുകൊണ്ട് എന്താണ്, സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ അറ്റൈൻ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് കംസ് അണ്ടർ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അതൊരു ലൈൻ ഡിഫക്റ്റാണ്, അതൊരു സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റാണ് അല്ലേ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാവുക? ഡ്യൂ ടു ദ മിസ്പ്ലേസിങ് ഓഫ് ആൻ അയോൺ. ഒരു അയോണ് അത് ഉണ്ടാവേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത്, അതായത് ഒരു ലാറ്റിസ് സൈറ്റിലോ അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റിൽ നിന്ന് ഒരു ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോയി നിൽക്കുക. ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. അതിന് മറ്റൊരു പേര് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. നമുക്കറിയാം, നമുക്ക് ഈ ഡിസ്ലൊക്കേഷൻ, നമുക്ക് എല്ലൊക്കെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയല്ലേ ഡിസ്ലൊക്കേഷൻ.
അതുപോലെ ഇത് അതായത് സാധാരണ ഉണ്ടാവേണ്ടതിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചു, അതിന് ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. ഇത് ഓർമ്മിക്കാനുള്ള വാക്ക് ഇങ്ങനെ ഓർത്താൽ മതി. ഫ്രങ്കൽ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. ഇപ്പോൾ പിന്നെ എന്താ പറയുക, അമ്മമാർ സാധാരണ അമ്മമാർ തല്ലാനോടുമ്പോൾ കുട്ടികൾ പോയി ഓരോ സ്ഥലത്ത് പോയി ഒളിക്കും, അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഫ്രങ്കൽ എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. അമ്മ തല്ലാനോടുമ്പോൾ ഇതിൻ്റെ അകത്ത് കാറ്റയോൺ ഇത് പോയിട്ട് എവിടെയോ ഒളിച്ചു. അപ്പോൾ ഫ്രങ്കൽ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്ന് ഓർത്താൽ മതി. ഓക്കെ. ആൻഡ് ദീസ് ഡിഫക്ട്സ് ആർ ഷോൺ ബൈ അയോണിക് സോളിഡ്സ് ആണ് സാധാരണഗതിയിൽ കാണിക്കുക. ഇതിൻ്റെ എക്സാമ്പിൾസും ചോദിക്കാറുണ്ട്. എക്സാമ്പിൾ ZnS, AgCl, AgBr, AgI എക്സെട്ര. ഇനി ഇതിൽ നമുക്ക് കാറ്റയോൺസിൻ്റെ ആനയോൺസിൻ്റെ എണ്ണം കുറയാത്തത് കൊണ്ട് അതിൻ്റെ ഡെൻസിറ്റിക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഡെൻസിറ്റി റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്. അങ്ങനെ ഫ്രങ്കൽ ഡിഫക്റ്റിന് ശേഷം നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഷോട്ട്കി ഡിഫക്റ്റിനെ പറ്റിയാണ്. ഷോട്ട്കി ഡിഫക്റ്റിൽ നിങ്ങൾക്കറിയാം കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും എണ്ണം നോക്കിയേ. ഇതിൽ ഈ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാറ്റയോൺസ് എത്രമാത്രം കാറ്റയോൺസ് മിസ്സിംഗ് ആണോ അത്രമാത്രം ആനയോൺസ് മിസ്സിംഗ് ആണ്. നമ്പർ ഓഫ് കാറ്റയോൺസ് മിസ്സിംഗ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആനയോൺസ് മിസ്സിംഗ് അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോയിൽ മാറ്റം സംഭവിക്കുന്നില്ല, ആനയോൺ ടു കാറ്റയോൺ റേഷ്യോക്ക് മാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ എന്ത് സംഭവിക്കുന്നു, ആനയോണും കാറ്റയോണും മിസ്സിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡെൻസിറ്റി കുറയുമല്ലോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അറൈസസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ദ ലാറ്റിസ് സൈറ്റ്. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ്, എത്രമാത്രം കാറ്റയോൺ മിസ്സിംഗ് ആണോ അത്രമാത്രം ആനയോണും മിസ്സിംഗ് ആവും. ഇതും അയോണിക് സോളിഡ്സ് കാണിക്കുന്ന ഒരു ഡിഫക്റ്റാണ്. ഇൻ വിച്ച് ആനയോണിക് ആൻഡ് കാറ്റയോണിക് സൈസസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ. ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഈക്വലായ സോളിഡ്സിലാണ് സാധാരണഗതിയിൽ ഷോട്ട്കി ഡിഫക്റ്റ് കണ്ടുവരുന്നത്. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, KCl, സീഷ്യം ക്ലോറൈഡ്, AgBr എക്സെട്ര. ഓക്കെ. ഇനി നമുക്കിത് ഓർത്തിരിക്കാനുള്ള മാർഗം, ഷോർട്ടും കീയും രണ്ട് കപ്പിൾസാണ്, അല്ലെങ്കിൽ ഷോർട്ടും കീയും രണ്ട് പേരാണ്, ഭാര്യയും ഭർത്താവാണ്. ഒരു കൂട്ടുകുടുംബത്തിൽ കഴിയുകയായിരുന്നു. കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോൾ അവിടെ ഒരു വഴക്കുണ്ടായി. സാധാരണഗതിയിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വീട്ടിൽ നിന്ന് പുറത്തുപോയി. ഇതുപോലെ വേറെയും കപ്പിൾസ് ഉണ്ടാവും. വഴക്കിട്ട് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവുമായിട്ട് പോകും. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഷോർട്ടും കീയും ഭാര്യയും ഭർത്താവുമാണ്, പോകുമ്പോൾ രണ്ടുപേരും പോയി. നമ്മൾ നേരത്തെ ഫ്രങ്കൽ എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. അമ്മ അടിക്കാൻ ഓടിയപ്പോൾ കുട്ടി സാധാരണ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു. ഈ സംഭവം ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനി ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ടോപ്പിക്കിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയാം നമുക്ക്, ഫ്രങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേക്കൻസി ഡിഫക്റ്റും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിനെ പറ്റിയാണ്. വേക്കൻസി ഡിഫക്റ്റും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നമ്മൾ ഒരുമിച്ചെടുക്കും. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, അത്രയും അങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇതൊരു നോൺ അയോണിക് സോളിഡ്സിൻ്റെ കേസിലാണ്. നോൺ അയോണിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ആനയോൺസും കാറ്റയോൺസും ഒന്നുമില്ല, കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ട ഓർഡർലി അറേഞ്ച്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് പാർട്ടിക്കിൾസ് മിസ്സിങ് ആവുക, അത്രയേ ഉള്ളൂ. അത് കാറ്റയോൺ ആനയോണൊന്നുമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ അയോണിക് സോളിഡ്. അങ്ങനെ പാർട്ടിക്കിൾസ് മിസ്സാവുമ്പോൾ ഉണ്ടാവുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. ഓക്കെ. നമുക്കറിയാം പാർട്ടിക്കിൾ മിസ്സാകുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ ഡെൻസിറ്റിയും കുറയും. ഇനി ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാവേണ്ടിയിരുന്ന ഓർഡർലി അറേഞ്ച്മെൻറ്റിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അപ്പോൾ സാധാരണ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് വരികയാണ്. അതിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ കൂടുതലായിട്ട് പാർട്ടിക്കിൾസ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഡെൻസിറ്റി കൂടും. ഓക്കെ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ്. അതുകൊണ്ടാണ് ഇതിനെ ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് അല്ലേ. അപ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ വരുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിൽ നമ്മൾ 4 ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞു. ഫ്രങ്കൽ ഡിഫക്റ്റ്, ഷോട്ട്കി ഡിഫക്റ്റ്, വേക്കൻസി ഡിഫക്റ്റ് ആൻഡ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഫ്രങ്കലിലും ഷോട്ട്കി ഓർത്തിരിക്കാനുള്ള മാർഗ്ഗം പറഞ്ഞു. വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ മനസ്സിലാക്കുക. വേക്കൻസി അത് നോൺ അയണിക്കിനാണ് വേക്കൻ്റ് ആവുക, അതായത് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ് അവിടുന്ന് പോവുക. ഓക്കെ, പോകുന്നതുകൊണ്ട് ഡെൻസിറ്റി കുറയുന്നു. ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ പുതിയതായി പാർട്ടിക്കിൾസ് വരിക. പുതുതായി പാർട്ടിക്കിൾസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി കൂടും. ഓക്കെ, അടുത്തത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കറിയാം. നമ്മൾ ഇപ്പം ഡോപ്പിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ്, അതായത് അതിന് ഡോപ്പിംഗ് എന്ന് പറയും. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാനുള്ള മാർഗം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സോൾട്സിന് ഒരു ഡിഫക്റ്റ് ഉണ്ടാവും. അതിനാണ് പൊതുവെ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളിപ്പം കെമിക്കൽ ടെർമിനോളജിയിൽ നമ്മളതിനെ പറയും, ഇറ്റ് ഈസ് എ ഡിഫക്റ്റ് അറൈസിങ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫോറിൻ പാർട്ടിക്കിൾസ് ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റൽ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ തന്നിട്ടുള്ള ഇമേജ് എന്ന് പറയുന്നത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അതിനെ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ സം ഓഫ് ദ സോഡിയം അയോൺസ് ആർ ഒക്കുപ്പൈഡ് ബൈ സ്ട്രോൺഷ്യം അയോൺ. അതായത് നമുക്കറിയാം സോഡിയം അയോൺസിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ +1 ആണ്, വേറെ സ്ട്രോൺഷ്യത്തിൻ്റെ +2 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു Na+ ഇതിൻ്റെ എന്താ പറയുക ലാറ്റിസ് സൈറ്റിൽ നിന്ന് മിസ്സിങ് ആവും. യഥാർത്ഥത്തിൽ 2 Na+ മിസ്സാവും. എന്നിട്ട് ഒരു Na+ൻ്റെ സ്പേസിൽ ഒരു Sr2+ വരും. അപ്പോൾ ഇലക്ട്രിക്കലി ഇത് നോക്കുമ്പോൾ ഇത് ന്യൂട്രലായിരിക്കും, കാരണം പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഒരു സോഡിയം അയോൺ ഇവിടുന്ന് മിസ്സിങ് ആയിരിക്കും. ഓക്കെ, ഒരു ഹോൾ എന്നെല്ലാം പറയും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫിസിക്സിൽ. അത് നമ്മുടെ എന്താ പറയുക ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ Na+ എന്ന് പറയുന്ന Na+ ഉണ്ടായിരിക്കേണ്ട സ്ഥലത്തുനിന്ന് 2 Na+ മിസ്സാവുകയും ഒരു Na+ൻ്റെ പൊസിഷനിൽ ഒരു Sr2+ വരികയും ചെയ്യും. ആൻഡ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് അല്ലേ. അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ഈ ക്രിസ്റ്റലിൻ്റെ സെയിം ആയിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഇതിന് വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇമ്പ്യൂരിറ്റി, അഡീഷൻ ഓഫ് ഇമ്പ്യൂരിറ്റീസ് ടു എ സോളിഡ്. ഒരു സോളിഡിൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ അതിനൊരു ഡിഫക്റ്റ് ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. എക്സാമ്പിൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സോഡിയം ക്ലോറൈഡിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് കൊണ്ട് അതിന് ഹീറ്റ് ചെയ്യുക, ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ 2 സോഡിയം അയോൺസ് ലാറ്റിസൈറ്റിൽ നിന്ന് മിസ്സിങ് ആവും. ഒരു സോഡിയം അയോണിൻ്റെ സ്ഥലത്ത് Sr2+ വന്നിട്ട് ഒക്കുപ്പൈ ചെയ്യും. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആണ്. നോൺ സ്റ്റോയിഷ്യോമെട്രിക് നമുക്കറിയാം ഇതിൻ്റെ എന്താണ് നമ്പർ ഓഫ് ആനിയോൺ ടു കാറ്റയോൺ റേഷ്യോ എപ്പോഴും സെയിം ആവണമെന്നില്ല. അതിലൊന്നാമത്തെ ഡിഫക്റ്റാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെറ്റൽ ആറ്റം ഡെഫിഷ്യൻ്റ് ആവും. ആ പേരിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കറിയാം കാറ്റയോണും ആനയോണും നമുക്കുണ്ട്. A+ എന്ന് പറഞ്ഞാൽ കാറ്റയോൺ, B- ആനയോൺ. ഈ ഇമേജ് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിൽ A+ എന്ന് പറയുന്ന ഒരു കാറ്റയോൺ മിസ്സിംഗ് ആണ്. പക്ഷേ വേറെ ഒരു സ്ഥലത്ത് അത് A2+ ആയിട്ട് കാണും. എന്ത് വേണ്ടിയാണ്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി അല്ലേ. അപ്പോൾ ഒരു കാറ്റയോൺ അതിൻ്റെ സ്ഥലത്തുനിന്ന് മിസ്സാവുകയും അതിൻ്റെ മറ്റൊരു കാറ്റയോണിന് അതിൻ്റെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൈവരികയും ചെയ്യാം. അതായത് A+ ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷേ അവിടെ A2+ ആയി മാറും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽ അയോൺ ഡെഫിഷ്യൻസിയാണ്. മെറ്റൽ അയോൺ നോൺ മെറ്റലിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? B- എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. മെറ്റൽ ഡെഫിഷ്യൻ്റ് ആവുക അല്ലേ. മെറ്റൽ ഡെഫിഷ്യൻ്റ് ആവുക ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മറ്റൊരു മെറ്റൽ അയോൺ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. ഓക്കെ, ദിസ് മെയിൻലി അറൈസസ് ഡ്യൂ ടു ദ കാറ്റയോൺ വേക്കൻസീസ്. ഇത് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആണ് സാധാരണഗതിയിൽ കാണിക്കുക. എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. FeO ഈ ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അടുത്തത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ഈസ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ്
ആ വാക്കിനകത്ത് തന്നെ അറിയാം മെറ്റൽ എക്സസ് ആയിരിക്കും, മെറ്റൽ അയോൺ എക്സസ് ആയിരിക്കും. ഈ ഇമേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും A+B- എന്ന് പറഞ്ഞാൽ ഒരു B- മിസ്സിംഗ് ആണ്. ഒരു B- പകരം അവിടെ എന്ത് വന്നു? ഒരു ഇലക്ട്രോൺ വന്നു. എന്തിനാ ഇലക്ട്രോൺ വന്നാൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്പർ ഓഫ് ആനിയോണും നമ്പർ ഓഫ് കാറ്റയോണും നോക്കുമ്പോൾ നമ്പർ ഓഫ് കാറ്റയോൺ ആനിയോണിനേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ആനിയോണിൻ്റെ എണ്ണം കാറ്റയോണിനേക്കാൾ കുറവായിരിക്കും അല്ലേ? കാരണം ഒരു ആനിയോൺ മിസ്സായിട്ട് അതിന് പകരമാണ് ഒരു ഇലക്ട്രോൺ വരിക. അപ്പോൾ സം ഓഫ് ദ ആനിയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റിസ് സൈറ്റ്. ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇസ് മെയിൻറ്റെയിൻ ബൈ ഒക്യുപ്പൈങ് ഇലക്ട്രോൺസ് ഇൻ ദ ആനിയോണിക് സൈറ്റ്സ്. ഇനി ദീസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് എഫ് സെൻറ്റേഴ്സ് ബിക്കോസ് ദേ ഗീവ് കളർ ടു ദ ക്രിസ്റ്റൽ. ഈ പിന്നെ എന്താണ്, ഒരു ക്രിസ്റ്റൽസിന് കളറിങ് കിട്ടാനുള്ള ഒരു കാരണക്കാരനാണ് അതിൻ്റെ എഫ് സെൻറ്റേഴ്സ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും എന്തുകൊണ്ടാണ് ക്രിസ്റ്റലിന് കളർ കിട്ടുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ക്രിസ്റ്റലിന് കളർ കിട്ടാനുള്ള ഒരു കാരണം ഇതാണ്, ഈ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് നടക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റേഴ്സ്. ക്രിസ്റ്റലിന് കളർ കൊടുക്കുന്നുണ്ട്, അതിന് എഫ് സെൻറ്റേഴ്സ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റിൽ ഇലക്ട്രോൺസിനെ എഫ് സെൻറ്റേഴ്സിന് വിളിക്കാൻ കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഗീവ്സ് കളർ ടു ദ ക്രിസ്റ്റൽ. അതിനൊരു എക്സാമ്പിളാണ് സോഡിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് താങ്ക് യു.